നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ വിമർശനവുമായി പ്രതിനിധികൾ. വിമർശനം സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുചർച്ചയിൽ. പോലീസിന് RSS മനോഭാവമാണെന്നും പ്രതിനിധികൾ. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന് ചൊവ്വാഴ്ച സമാപനം. UP ജോസഫ് സെക്രട്ടറിയാകാൻ സാധ്യത. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം. ഉച്ചതിരിഞ്ഞ് 3 മണി മുതലാണ് ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാവുക. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. പേരൂർ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പഴയ KSRTC സ്റ്റേഷൻ പരിസരത്ത് നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ ഓടിയ ആനയെ പാപ്പാന്മാർ ഉടൻ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. മന്ത്രവാദത്തിന്റെ പേരിൽ ഗുളിക നൽകി അബോധാവസ്ഥയിലാക്കി യുവതിയെ പീഡിപ്പിച്ച പരാതിയിൽ 2 പേർ അറസ്റ്റിൽ. 15 വയസ്സുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത കേസിലും 2 യുവാക്കൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ വിമർശനവുമായി പ്രതിനിധികൾ. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുചർച്ചയിലാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. പോലീസിന് RSS മനോഭാവമാണെന്ന ചർച്ചയിൽ പ്രതിനിധികൾ വ്യക്തമാക്കി. പൊതുചർച്ച അവസാനിച്ചു. ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർ ചർച്ചയ്ക്ക് മറുപടി നൽകി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കിയെന്നും കോർപ്പറേഷൻ മേയർ MK വർഗീസ് ടൈം വ്യവസ്ഥ ലംഘിച്ചത് തിരിച്ചടിയായെന്നും ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. കരുവന്നൂർ ബാങ്ക് വിഷയം പാർട്ടിയെ വലിയ വിഷമത്തിലാക്കി. ക്രമക്കേട് നീതീകരിക്കാനാവാത്തതായിരുന്നു. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ തട്ടിപ്പ് ബാധിച്ചു. സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കണം. 2.5 വർഷത്തിനുശേഷം മേയർ പദവി CPM വെച്ചുമാറാമെന്നായിരുന്നു ധാരണ. പക്ഷേ ധാരണ നടപ്പാക്കാനായില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേതാക്കൾക്കെതിരെ നിശിത വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. തൃശൂർ ജില്ലയിൽ ചില നേതാക്കൾ പണത്തിന് പിന്നാലെ പോകുന്നുവെന്നും പാർട്ടിയിലെ പല ഘടകങ്ങളിലും തെറ്റായ പ്രവണതകളുണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ജില്ലയിൽ സജീവമല്ല. താഴെത്തട്ടിൽ DYFI പോലും പ്രവർത്തിക്കുന്നില്ല. SFIയും ഇക്കാര്യത്തിൽ വ്യത്യസ്തരല്ല. ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2022 ജനുവരിയിലാണ് CPIM ജില്ലാ സമ്മേളനം നടന്നത്. 3 വർഷം പിന്നിട്ടെങ്കിലും കരുവന്നൂർ സൃഷ്ടിച്ച മുറിവ് ഉണങ്ങിയിട്ടില്ലെന്നാണ് സമ്മേളനത്തിൽ ഉയരുന്ന ചർച്ചകൾ വ്യക്തമാക്കുന്നത്. ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ 5.5 മണിക്കൂറിലേറെ സമയമെടുത്താണ് ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലും ചർച്ച നടത്തിയത്. CPIM ജില്ലാ സമ്മേളനത്തിന് ചൊവ്വാഴ്ച സമാപനം. UP ജോസഫ് സെക്രട്ടറിയാകാൻ സാധ്യത. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന ജില്ലാ സമ്മേളനം, റെഡ് വളണ്ടിയർ മാർച്ച് പ്രകടനം, പൊതുസമ്മേളനം എന്നീ പരിപാടികളോടെയാണ് ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിക്കുന്നത്. നഗരസഭാ ടൗൺ ഹാളിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ പൊതുചർച്ച ഉച്ചയോടെ സമാപിച്ചു. തുടർന്ന് ജില്ലാ സെക്രട്ടറി MM വർഗീസും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ചർച്ചയ്ക്ക് മറുപടി നൽകി. ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. തുടർന്ന് പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ജില്ലാ സെക്രട്ടറിയുമായ UP ജോസഫ് ജില്ലാ സെക്രട്ടറിയാകുമെന്നാണ് സൂചന. SFI മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് UP ജോസഫ്. സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പോടെ പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാകും. തുടർന്ന് 1,00,000 റെഡ് വളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ചും കുന്നംകുളം, ചാവക്കാട്, മണലൂർ, പുഴയ്ക്കൽ, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകർ അണിനിരക്കുന്ന പ്രകടനവും ചെറുവത്തൂർ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിലെത്തി സമാപിക്കും. തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPM ജില്ലാ സമ്മേളനം സമാപനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കുന്നംകുളം നഗരം കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ച് സംഘടിപ്പിക്കുന്നതിനാൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചതിരിഞ്ഞ് 3 മണി മുതലാണ് ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാവുക. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ അക്കിക്കാവ് നിന്നും തിരിഞ്ഞ് ബൈപ്പാസ് റോഡ് വഴി പോകേണ്ടതാണ്. പൊതുസമ്മേളനം നടക്കുന്ന ചെറുവത്തൂർ ഗ്രൗണ്ടിനോട് ചേർന്ന പാറേമ്പാടം റോഡിൽ ഗതാഗത കുരുക്കുണ്ടാവുമെന്നതിനാൽ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൊവ്വന്നൂർ, അയ്യമ്പറമ്പ്, അയ്യപ്പത്ത് റോഡ് വഴി പോകേണ്ടതാണ്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ചൊവ്വന്നൂർ ബ്ലോക്ക് ഓഫീസ് റോഡ് വഴി തിരിഞ്ഞ് തൃശൂർ റോഡിലെത്തണം. തൃശൂരിൽ നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ കേച്ചേരിയിൽ നിന്നും തിരിഞ്ഞ് പന്നിത്തടം ബൈപ്പാസ് റോഡ് വഴി പോകണം. ചെറിയ വാഹനങ്ങൾ കുന്നംകുളം ടൗണിൽ പ്രവേശിക്കാതെ തൃശൂർ റോഡ് മധുരക്കുളം വഴി തിരിഞ്ഞു പോകണം. ഗുരുവായൂർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണിയമ്പൽ വഴി തൃശൂർ റോഡിലേക്കും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കിഴൂർ, മങ്ങാട്, പഴഞ്ഞി വഴി അക്കിക്കാവിലേക്കും എത്തണം. റെഡ് വളണ്ടിയർ മാർച്ച് നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി
നഗരത്തിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരുകൾക്ക് നേരെ കേന്ദ്രത്തിന്റെ അധിനിവേശം എന്ന തലക്കെട്ടിൽ നടത്തിയ സെമിനാർ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ TK വാസു അധ്യക്ഷനായി. CITU മഹാരാഷ്ട്ര ജനറൽ സെക്രട്ടറിയായിരുന്ന PR കൃഷ്ണൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗമായ MN സത്യൻ, CG രഘുനാഥ് എന്നിവർ സംസാരിച്ചു. രാജ്യം മതി, സംസ്ഥാനം വേണ്ട, രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു. RSSന്റെ ശതവാർഷികത്തിന് ഈ ഭരണഘടന മാറ്റി ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കാൻ കച്ചകെട്ടി നിൽക്കുകയായിരുന്നു. നമ്മുടെ ഭാഗ്യത്തിന് അതിനുള്ള ഭൂരിപക്ഷം പാർലമെന്റ് ഇല്ലാതെ പോയി. ഇന്ത്യ രാജ്യത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഭരണഘടന സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത ഗുണമേന്മ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ഒരു 30-40% ഉയർന്നതാണ്. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. ഓടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. നേർച്ചയുടെ ഘോഷയാത്രയ്ക്കിടെ ഞായറാഴ്ച രാത്രി 10:30 സംഭവം. പേരൂർ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പട്ടാമ്പി പഴയ KSRTC സ്റ്റേഷൻ പരിസരത്ത് നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ ഓടിയ ആനയെ പാപ്പാന്മാർ ഉടൻ തളച്ചതിനാൽ അപകടത്തിനിടയാക്കിയില്ല. ആനപ്പുറത്ത് 3 പേരുണ്ടായിരുന്നു. ഇവർ താഴെ വീഴാതെ ആനപ്പുറത്ത് പിടിച്ചിരുന്നു. നേർച്ചയാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയുടെ സമാപനത്തിലാണ് ചൂരക്കോട് ഭാഗത്തു നിന്നും വന്ന ആഘോഷ കമ്മിറ്റിയുടെ ആനയിടഞ്ഞത്. സംഭവ സമയത്ത് റോഡിന് ഇരുവശവും നിരവധി പേരുണ്ടായിരുന്നു. ആന വരുന്നത് കണ്ട് പരിഭ്രാന്തിയിൽ ഓടിയതിനെ തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പേടിച്ചോടിയതല്ല, എല്ലാം കൂടെ വന്നാൽ വെള്ളോട്ട് വീണമെന്ന് ഓടിയതാണ്. അല്ലേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ആ പരിപാടികളാണ് എടുക്കുന്നത്. 15 വയസ്സുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. ചാലിശ്ശേരി പെരിങ്ങോട് സ്വദേശി 23 വയസ്സുള്ള ചേരപ്പറമ്പിൽ അജ്മൽ, ചങ്ങരംകുളം ആലങ്കോട് മാമാണിപ്പടി സ്വദേശി 22 വയസ്സുള്ള ഷാബിൽ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചങ്ങരംകുളം പോലീസും ചേർന്ന് പിടികൂടിയത്. 2023 സെപ്റ്റംബറിലാണ് സംഭവം. കോഴിക്കോട് സ്വദേശിനിയായ 15-കാരിയെ പെരിങ്ങോട് സ്വദേശിയായ അജ്മൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. പിന്നീട് പെരിങ്ങോടുള്ള വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി മയക്കിയതിനു ശേഷം ഇരുവരും ചേർന്ന് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. പെൺകുട്ടിയുടെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് മഹിളാ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 വർഷത്തിനു ശേഷം നടന്ന കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി സംഭവങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് ചൈൽഡ് ലൈന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കാട്ടകാമ്പാൽ ചിറക്കുളം സൗന്ദര്യവൽക്കരണം തുടങ്ങി. ചിറക്കുളത്തിന് മുൻപിൽ മൺകൂനകൾ മൂലം നിർമ്മാണം വൈകുന്നതിനെക്കുറിച്ച് CCTV നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. കാട്ടകാമ്പാൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇവിടെ മണ്ണിറക്കിയത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവിട്ട് കുളത്തിന് മുൻപിൽ കോൺക്രീറ്റ് കട്ട വിരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നുവെങ്കിലും മൺകൂനകൾ മൂലം നിർമ്മാണം വൈകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ പരാതി നൽകിയതിനെ തുടർന്ന് AC മൊയ്തീൻ MLA ഇടപെട്ട് മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. മണ്ണ് നീക്കിയതോടെ കോൺക്രീറ്റ് കട്ട വിരിച്ച് മനോഹരമാക്കി. കുളത്തിന്റെ വശം ബലപ്പെടുത്താൻ 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് TS മണികണ്ഠൻ പറഞ്ഞു. മന്ത്രവാദത്തിന്റെ പേരിൽ ഗുളിക നൽകി അബോധാവസ്ഥയിലാക്കി യുവതിയെ പീഡിപ്പിച്ച പരാതിയിൽ 2 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാറഞ്ചേരി മാരമുറ്റം കാണാക്കോട്ടയിൽ താജുദ്ദീൻ, വടക്കേക്കാട് നായരങ്ങാട് സ്വദേശി കല്ലൂർ മലയംകളത്തിൽ ഷക്കീർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ മന്ത്രവാദത്തിലൂടെ മാറ്റിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് ഗുളിക നൽകി അബോധാവസ്ഥയിലാക്കി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കുന്നംകുളം CCTVയും ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ
ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 13 തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ CCTV ഹാളിലാണ് ക്യാമ്പ് നടക്കുക. പ്രമുഖരായ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തും. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 89 43 35 14 00 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് ബുക്ക് ചെയ്യേണ്ടതാണ്. നമ്പർ ഒരിക്കൽ കൂടി 89 43 35 14 00. വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡിലെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ തോട്ടംപറമ്പിൽ റോഡ് തുറന്നുകൊടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭിയും പരിസരവാസിയായ മുതിർന്ന അംഗം തങ്കയും ചേർന്ന് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ ചെയർമാനും വാർഡ് മെമ്പറുമായ CF ജോയ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, മുൻ മെമ്പർ ഗോപിനാഥൻ, TP അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. പുതുശ്ശേരി ശ്രീ അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭം. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പുതുശ്ശേരിക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ഉച്ചതിരിഞ്ഞ് 4 മണിയോടുകൂടി ക്ഷേത്രാങ്കണത്തിലേക്കെത്തി. 5:30 കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്കെത്തി സമാപിച്ചു. ശേഷം ദീപാരാധനയും 7 മണിക്ക് നടക്കൽ പറയുമുണ്ടായി. 8 മണിക്ക് താങ്കോലപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നുള്ള പറ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് അത്താഴപൂജയ്ക്ക് ശേഷം തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയെ തുടർന്ന് രാത്രി 10-ന് നടക്കൽ പഞ്ചവാദ്യം അരങ്ങേറും. പൂരാഘോഷങ്ങൾക്ക് ക്ഷേത്രഭരണസമിതി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂരക്കാഴ്ചകൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പകുതി വില തട്ടിപ്പിൽ ആരോപണ വിധേയനായ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് അംഗം ബക്കറിന്റെ ഓഫീസിലേക്ക് DYFI പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച DYFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നേതാക്കന്മാർ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. ഓഫീസിന് മുന്നിലേക്ക് കയറിയ പ്രവർത്തകർ വാതിൽ ചവിട്ടുകയും പതാക നാട്ടുകയും ചെയ്തു. പ്രതിഷേധ പ്രകടനം CPIM ജില്ലാ കമ്മിറ്റി മെമ്പർ TM സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. KP സുകേഷ് രാജ്, CP അഭിലാഷ്, ബിൻസി ഭാസ്കർ, തേജസ്, VM റാഫി, സനോജ്, ദിൽഷാദ്, സ്വരൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എത്ര എണ്ണിയാൽ തീരാത്ത രംഗന്മാരുണ്ട്, അവരുടെ പേരാണ്. പക്ഷേ മനഃപൂർവ്വം ജനങ്ങളെ കൊള്ളയടിക്കണമെന്ന് തീരുമാനിച്ച പുറപ്പെട്ട ആളുകളാണ് ലീഗിനെ അഡ്രസ് ചെയ്യപ്പെടുന്ന പാണക്കാട്ടെ പേരുൾപ്പെടെയുള്ളതിനെ, CHന്റെ പേരുൾപ്പെടെയുള്ളതിനെ മാറ്റിവെച്ചുകൊണ്ട് ജനത്തെ സമീപിച്ചത്. അപ്പൊ നേരത്തെ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ആദൂർ സെന്റർ, ആദൂർ മൊയ്യത്തുവളപ്പിൽ സങ്കേതം എന്നീ 2 സോളാർ മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു. ആദൂർ സെന്ററിൽ നടന്ന ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ആദൂർ മൊയ്യത്തുവളപ്പിൽ സങ്കേതത്തിൽ നടന്ന മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി അധ്യക്ഷത വഹിച്ചു. ചടങ്ങുകളിൽ വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടി, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം MK വേണു എന്നിവർ സംസാരിച്ചു.
വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടികയറി. ഫെബ്രുവരി 8 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത്. കൊടിയേറ്റ ദിവസം ശുദ്ധികലശ ചടങ്ങുകൾ, പ്രസാദശുദ്ധി, വാസ്തുപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആവണങ്ങാട് നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അഖിൽ തിരുമേനി എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പ്രസാദ ഊട്ടുമുണ്ടായി. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് വിളക്കിനെഴുന്നള്ളിപ്പ്, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം പ്രസാദ ഊട്ടും ഉണ്ടാകും. വെള്ളിയാഴ്ച പള്ളിവേട്ട, ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. കടങ്ങോട് പഞ്ചായത്തിൽ സബ്സിഡി നിരക്കിൽ പോത്തുകുട്ടി വിതരണം നടത്തി. 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നിന്ന് 7,20,000 രൂപ ചിലവഴിച്ച് 60 ഗുണഭോക്താക്കൾക്കാണ് 50% സബ്സിഡി നിരക്കിൽ പോത്തുകുട്ടികളെ വിതരണം ചെയ്തത്. ഒരു വർഷത്തെ ഇൻഷുറൻസ് അടക്കം 12,750 രൂപ വരുന്ന പോത്തുകുട്ടിക്ക് പഞ്ചായത്ത് സബ്സിഡി കഴിഞ്ഞ് 6,750 രൂപയാണ് ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മരത്തങ്കോട് മൃഗാശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. 1-ാം വാർഡ് മെമ്പർ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജോസ് ജോൺ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് കുട്ടി, സിമി, മൈമുന ഷെബീർ, സൗമ്യ, അറ്റൻഡന്റ് KK സതി എന്നിവർ സംസാരിച്ചു. BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭരണഘടന ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള ചൂണ്ടൽ മണ്ഡലത്തിലെ പാറന്നൂർ വാർഡ് സമ്മേളനം സംഘടിപ്പിച്ചു. 10 വർഷമായി സംസ്ഥാന ബജറ്റിൽ കോടികൾ വകയിരുത്തിയിട്ടും ഇന്നും യാഥാർത്ഥ്യമാകാത്ത പാറന്നൂർ കുരുത്തിച്ചാൽ പാലത്തിന്റെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കുക. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മാണം നടത്തിയിട്ടും വർഷങ്ങളായി തുറന്നു പ്രവർത്തിക്കാത്ത പാറന്നൂർ നെല്ല് സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക എന്നീ വിഷയങ്ങൾ ഉയർത്തിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, അനുസ്മരണം, റാലി, പൊതുയോഗം, മുതിർന്ന പ്രവർത്തകരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പാറന്നൂർ കപ്രശ്ശേരി പറമ്പിൽ നാരായണന്റെ വസതിയിൽ പ്രത്യേകം സജ്ജമാക്കിയ MA സുബ്രഹ്മണ്യൻ നഗറിൽ നടന്ന സമ്മേളനം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് PV റാഫി അധ്യക്ഷനായി. KPCC മീഡിയ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് VR അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, ND സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ AK ജെയിംസ്, OM ഷാജി, UM പ്രസാദ്, ടോളി തരകൻ, സുജ ഷാജി, അമൽ കിഷോർ, MS അശോകൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ പുതിയ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കുന്നംകുളം ഭദ്രാസനത്തിലെ ഏറ്റവും ചെറിയ ദേവാലയമായ എരുമപ്പെട്ടി സെന്റ് ജോർജ് ഇടവകയുടെ ചിരകാല അഭിലാഷമായ ഓഡിറ്റോറിയത്തിന് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, മുൻ വികാരിമാരായ ഫാദർ ജോസഫ് തോലത്ത്, ഫാദർ TP വർഗീസ്, ഫാദർ ലൂക്ക് ബാബു, ഫാദർ മത്തായി OIC എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം PK പ്രജോത്, വാർഡ് മെമ്പർ MC ഐജു, ഇടവക സെക്രട്ടറി MM ഗിരീഷ്, ട്രസ്റ്റി ബിജു, രാജു പെരിങ്ങോട് എന്നിവർ സംസാരിച്ചു. പുതിയ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ചുമതല തമ്പി പുലിക്കോട്ടിലിനെ ഏൽപ്പിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 100ാം വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രക്ഷാകർതൃ സമ്മേളനവും യാത്രയപ്പും നടത്തി. നായരും നമ്പൂതിരിയും പറയനും പൊലയനും ഉള്ളാടനും നസ്രാണിയും മുസ്ലിമും നമ്മളെല്ലാം കെട്ടുപണഞ്ഞ് കിടക്കുന്ന സമൂഹത്തിന് മാത്രമേ നമ്മളെ ഒറ്റക്കെട്ടാക്കി നിർത്താൻ പറ്റൂ എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ 100ാം വർഷം 1000ത്തിലേക്ക് കുതിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. വഴിയില്ലാത്ത ഊര്, വയലിന്റെ നാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വയലത്തൂരിൽ 1925 കുര്യാക്കോസ് മാസ്റ്റർ സ്ഥാപിച്ചതാണ് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ. പുന്നയൂർ, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠനത്തിനായി എത്തിയിരുന്നു. നിലവിൽ ചാവക്കാട് ഉപജില്ലയിൽ UP വിഭാഗത്തിൽ 500-ലധികം വിദ്യാർത്ഥികളുള്ള മികച്ച വിദ്യാലയമായി കലാ-സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഒന്നാമതായും 100ാം വാർഷികം ആഘോഷ നിറവിലാണ് സ്കൂൾ. ആഘോഷങ്ങളുടെ ഭാഗമായി
വടക്കേക്കാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത വിളംബര ഘോഷയാത്ര വടക്കേക്കാട് SI KP ആനന്ദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് സ്കൂളിൽ നിറ 100-2025 എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിൽസി ബാബു അധ്യക്ഷയായി. നടൻ അനൂപ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പ്രധാന അധ്യാപകൻ TA ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് സുനിൽ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ശതാബ്ദി സ്മരണിക കവർ എഡിറ്റർ IB അബ്ദുറഹ്മാൻ പഞ്ചായത്ത് അംഗം KV റഷീദിന് നൽകി പ്രകാശനം ചെയ്തു. വയലത്തൂർ സ്കൂളിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് CCTV റിപ്പോർട്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ സുജിത് ഹുസൈൻ സംവിധാനം ചെയ്ത ഓർമ്മപ്പൂക്കൾ എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ നിർവഹിച്ചു. അക്ഷരദീപപ്രകാശം ചൊരിയുമി വിജ്ഞാന സൗരഭ്യവാതായനം കുരിയാക്കുമാഷിന്റെ നേരായ വീഥികൾ നിറയുമീ കതിരവൻ പൊന്നൊളിയിൽ. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ബാബു വയലത്തൂർ രചനയും സംവിധാനവും നിർവഹിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ അഭിനയിച്ച ഒരു വായനശാലയുടെ കഥ എന്ന നാടകവും അരങ്ങേറി. വാർഷികാഘോഷത്തിന് പ്രധാനാധ്യാപകൻ TA ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ, അധ്യാപകരായ MN നാരായണൻ, ആന്റണി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചക്രക്കസേരയിൽ 42 വർഷമായി യാത്ര ചെയ്യുന്ന വാസുണ്ണി പട്ടാഴിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഞാൻ അങ്ങോട്ട് വരാം പുസ്തകം പ്രകാശനം ചെയ്തു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ ജയരാജാണ് പുസ്തകമെഴുതിയത്. വിധിയെ പഴിച്ച് വീൽചെയറിൽ കാലം തള്ളി നീക്കാതെ പ്രതിസന്ധിയെ അതിജീവിച്ചും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയി മറ്റുള്ളവർക്ക് പ്രചോദനമായ വ്യക്തിയാണ് വാസുണ്ണി. സ്വന്തം തളർച്ച വകവയ്ക്കാതെ വിധി തളർത്തിയവർക്കെല്ലാം സഹോദരനെപ്പോലെ തണലാവുകയാണ് ഈ 61കാരൻ. 1983 ബംഗളൂരുവിലെ വാഹനാപകടത്തിലാണ് തിരുവേഗപ്പുറ പട്ടാഴി കോമത്ത് രാമൻ നായർ പാറുക്കുട്ടിയമ്മ ദമ്പതികളുടെ 6 മക്കളിൽ 4ാമനായ വാസുദേവന്റെ ജീവിതം മാറിമറിയുന്നത്. 19-ാം വയസ്സിൽ പട്ടാളത്തിൽ ചേരാനുള്ള മോഹവുമായാണ് ബംഗളൂരുവിലെത്തിയത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റെങ്കിലും ജീവൻ തിരിച്ചുകിട്ടി. പക്ഷേ നട്ടെല്ലിന് ക്ഷതമേറ്റ് അരയ്ക്ക് താഴെ തളർന്നു. തുടർന്ന് വർഷങ്ങൾ ചികിത്സിച്ചെങ്കിലും ബലമുണ്ടായില്ല. 26-ാം വയസ്സിൽ ഒരു വൃക്കയും എടുത്തു മാറ്റിയതോടെ ജീവിതം കിടക്കയിലായി. 2 പതിറ്റാണ്ടുകാലം വീട്ടിലെ മുറികളിൽ ജീവിതം തള്ളി നീക്കിയെങ്കിലും ഒടുവിൽ വിധിയെ മറികടക്കാനുള്ള ശ്രമത്തിലായി. അരയ്ക്ക് താഴെ തളർന്ന മലപ്പുറം സ്വദേശി തോരപ്പ മുസ്തഫ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു കാറ് ഡിസൈൻ ചെയ്ത വാർത്ത പത്രത്തിൽ കണ്ടു. മുസ്തഫയെ കൊണ്ട് കൈകൊണ്ട് ഓടിക്കുന്ന വാഹനം തനിക്കും തരപ്പെടുത്തി. തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിനു സമീപം സ്പെയർ പാർട്സ് കടയും ആരംഭിച്ചു. ചെറിയ വരുമാനം കിട്ടിയതോടെ പഴയ കാർ മാറ്റി പുതിയത് വാങ്ങി. പിന്നീട് 15 വർഷത്തെ കാലാവധി കഴിഞ്ഞ സമയത്താണ് 2020 പരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റൊരു കാറ് നൽകി വാസുണ്ണിയെ ചേർത്തുപിടിച്ചത്. പിന്നീട് സാന്ത്വന പ്രവർത്തനങ്ങളിലും സജീവമായി. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സെക്രട്ടറി, സുരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തനം വിപുലമാക്കി. വീൽചെയറിൽ കഴിയുന്നവരുടെ ക്ഷേമത്തിനായി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന സംഘടന രൂപവൽക്കരിച്ചു. 2017 ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ 2 ബ്ലോക്ക് നീക്കി. സമാന രീതിയിൽ 2022 ഉണ്ടായി. മരുന്നിന്റെ സഹായത്തോടെ മുന്നോട്ടു പോകുമ്പോഴും തളരാത്ത മനസ്സുമായി മുന്നോട്ടു കുതിക്കുകയാണ് വാസുണ്ണിയുടെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ വേഗത. ഇതിന്റെ അംഗീകാരം കൂടിയാണ് സഹയാത്രയുടെ പുതിയ കെട്ടിടം. ഞായറാഴ്ച മന്ത്രി MB രാജേഷ് ഷീബ അമീറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരനായ ചാലിശ്ശേരി സ്വദേശി ഡോക്ടർ ജയരാജ് 110 പേജുള്ള പുസ്തകം 4 മാസമെടുത്താണ് പൂർത്തീകരിച്ചത്. 10ഓളം ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുകയും 2024-25 ബാലപുരസ്കാരം നേടുകയും ചെയ്ത ഐറിൻ സുഹൈലിനെ അകലാട് മഹല്ല് സംരക്ഷണ സമിതി ആദരിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ് തുടങ്ങി നിരവധി റെക്കോർഡുകളാണ് ഐറിൻ സുഹൈൽ നേടിയിട്ടുള്ളത്. അകലാട് മഹല്ല് സംരക്ഷണ സമിതി അധ്യക്ഷൻ ഉമ്മർ ഓളങ്ങാട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EP അലി, MT ഹംസൻ ഹാജി, AP അബൂബക്കർ, KV യൂസഫ് ഹാജി, നൂറുദ്ദീൻ പെരുമ്പുള്ളി തുടങ്ങിയവർ ആദരച്ചടങ്ങിൽ പങ്കെടുത്തു.
കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. KLM സംസ്ഥാന മുൻ പ്രസിഡന്റ് ഷാജു ആന്റണി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തൃശൂർ അതിരൂപത മേഖലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത PI ഷാജു, മറ്റം ഫൊറോന പ്രസിഡന്റ് AA ഔസേപ്പ്, മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സൈമൺ വടക്കൂട്ട്, മികച്ച KLM പ്രവർത്തകരായി തെരഞ്ഞെടുത്ത സീമ ഷാജു, CK ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ലോഫി റാഫേൽ, ഷൈനി ഷാജി, AJ രാജു എന്നിവർ സംസാരിച്ചു. പെലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയം ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. തുടർന്ന് മഹാപഞ്ചാമൃത അഭിഷേകം, വിവിധ ദ്രവ്യാഭിഷേകങ്ങൾ എന്നിവയുണ്ടായിരിക്കും. 9:30 ഉച്ചപൂജയ്ക്കും അഷ്ടാഭിഷേകത്തിനും ക്ഷേത്രം മേൽശാന്തി കിഷോർ കാർമ്മികത്വം വഹിക്കും. 10:30 മുതൽ വിവിധ തൈപ്പൂയ ആഘോഷ കമ്മിറ്റികളുടെ ചിന്തുപാട്ട്, ശൂലം, കാവടികൾ തുടങ്ങിയവ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ഉച്ചയ്ക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനവും ഉണ്ടാകും. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ. 10:30 മുതൽ വിവിധ തൈപ്പൂയ ആഘോഷ കമ്മിറ്റികളുടെ കാവടികൾ ക്ഷേത്രാങ്കണത്തിലെത്തും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് NA കൃഷ്ണൻ, സെക്രട്ടറി KB മുരളി, ട്രഷറർ KC കണ്ണൻ, വൈസ് പ്രസിഡന്റ് OS സജീഷ്, ജോയിന്റ് സെക്രട്ടറി AV രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകും. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം 8:30 മുതൽ 11 മണിവരെ നടക്കൽപ്പറ ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 2:30 പഞ്ചവാദ്യത്തോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. 4:30 മുതൽ 8ഓളം പ്രാദേശിക പൂരങ്ങൾ പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്ര മൈതാനിയിലെത്തും. 5 മണിക്ക് പരമ്പരാഗത ആചാരവേലയും തിറ, പൂതം, കാളി, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ക്ഷേത്ര മൈതാനിയിലെത്തും. 6 മണി മുതൽ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 9 ആനകൾ അണിനിരക്കും. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും ഉണ്ടാകും. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, ശ്രീമൂലസ്ഥാനത്ത് നിന്നുള്ള പറയെടുപ്പോടുകൂടി പകൽപൂരത്തിന് സമാപനമാകും. രാത്രിപൂരം ആവർത്തനവും പുലർച്ചെ കളംപാട്ടിനും ഗുരുതിക്കും ശേഷം കൊടിയിറക്കത്തോടെ പൂരത്തിന് സമാപനമാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകും. വേലൂർ RSRV സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ യുവജനോത്സവത്തിലെ കലാപരിപാടികളിൽ അരങ്ങ് തകർത്ത് പുരുഷന്മാരുടെ ഒപ്പന ശ്രദ്ധേയമായി. പ്രായം മറന്ന് യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ പഴയകാല സ്കൂൾ കാലഘട്ടത്തെ അനുസ്മരിക്കും വിധമായിരുന്നു 70-കാരുടെ പ്രകടനം. തലയിൽ വെള്ളിവര വീണാലും മനസ്സിൽ പ്രായത്തിന്റെ ആകുലതകളില്ലാതെ താളത്തിനനുസരിച്ച് ചുവടുവെച്ച് കൈകളടിച്ച് ആസ്വാദക മനസ്സുകളിലേക്ക് ആവേശത്തിന്റെ ഊർജം പകരുക കൂടിയായിരുന്നു ഇവർ. 68 വയസ്സു മുതൽ 74 വയസ്സുവരെയുള്ള 11 പേരടങ്ങുന്ന സംഘമാണ് ഒപ്പനയിൽ താരങ്ങളായത്. പുതുവസ്ത്രവുമണിഞ്ഞ് വർണ്ണത്തൊപ്പിയും ധരിച്ച് മണവാട്ടിയെ അണിയിക്കാനായി കയ്യിൽ മാലയുമായി വരുന്ന മണവാളന് ചെറിയ നാണമൊക്കെയുണ്ട്. മണവാളനെ യാത്രയാക്കിക്കൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് പാട്ടിനൊത്ത് നൃത്തം ചെയ്തപ്പോൾ കാണികൾക്കും കൗതുകമായി മാറി. മുഖത്ത് പുഞ്ചിരിയുമായി കുണുങ്ങി തലയാട്ടി ഒപ്പന മനോഹരമാക്കിയപ്പോൾ നിറഞ്ഞ സദസ്സ് കൈയടിച്ച് സ്വീകരിച്ചു. മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ യൂട്യൂബിൽ നോക്കിയായിരുന്നു പരിശീലനം. ചില ചുവടുകൾ സ്വന്തമായി ചിട്ടപ്പെടുത്തുകയും ചെയ്തു. 1.5 മാസം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഇവർ ആത്മവിശ്വാസത്തോടെ വേദിയിൽ അരങ്ങ് തകർത്തത്. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. LIC പൊതുമേഖലയിൽ സംരക്ഷിക്കുക, LIC മാനേജ്മെന്റും ഏജന്റ് ദ്രോഹ നടപടികൾ നിർത്തലാക്കുക, കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 11-ാം തീയതിയാണ് മാർച്ച് നടത്തുന്നത്. പങ്കെടുക്കുന്ന ഏജന്റുമാർക്ക് കുന്നംകുളത്ത് നടത്തിയ യാത്രയയപ്പ് സമ്മേളനം LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ E ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PP ജയ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി TS ഷെനിൽ, തൃശൂർ ജില്ലാ സെക്രട്ടറി വത്സൻ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. കേരള വനം വന്യജീവി സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിന്റെ കീഴിൽ പാപ്പാളി കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കടലാമ മുട്ടകൾ ശേഖരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ചാപ്പയിൽ സൂക്ഷിച്ചു. ഞായറാഴ്ച രാത്രിയിലാണ് അണ്ടത്തോട് മേഖലകളിൽ 2 ഇടങ്ങളിലായി കടലാമകൾ മുട്ടയിടുവാനായി തീരത്തെത്തിയത്. ജനുവരി 5 മുതൽ 13 ആമകൾ തീരത്തെത്തിയിരുന്നു. സക്കീർ, സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് പാപ്പാളി കടലാമ സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നത്.
സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന അർബുദ പ്രാഥമിക പരിശോധനാ ക്യാമ്പ് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ചു. മാർച്ച് 8 വരെ എല്ലാ ദിവസങ്ങളിലും ആശുപത്രിയിൽ പരിശോധനയ്ക്കുള്ള സൗകര്യം ഉണ്ടാകും. സ്ത്രീകളിലെ സ്തനാർബുദത്തിന്റെയും ഗർഭാശയ മുഖ ക്യാൻസറിന്റെയും പ്രാഥമിക പരിശോധനകൾ നടത്തി തുടക്കത്തിൽ കണ്ടെത്തുക എന്നതാണ് ഉദ്ദേശം. 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും പരിശോധന നിർബന്ധമായി നടത്തേണ്ടതാണെന്നും ഇതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിലും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ടെന്നും സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ A.K. ടോണി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ ഒരു അർബുദ പ്രാഥമിക പരിശോധന പരിപാടി. ഇത് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിനോടനുബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടി ഈ ഒരു മാസം മാർച്ച് 8 വനിതാ ദിനം വരെ ഒരു പ്രത്യേക ക്യാമ്പയിനായിട്ട് നമ്മൾ നടത്തുകയാണ്. സ്ത്രീകളിലെ സ്തനാർബുദത്തിൻ്റെയും ഗർഭാശയമുഖ ക്യാൻസറിൻ്റെയും പ്രാഥമിക പരിശോധനകൾ നടത്തി തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ആദ്യ സ്റ്റേജുകളിൽ ആദ്യഘട്ടങ്ങളിൽ ഈ അർബുദങ്ങൾ കണ്ടെത്തിയാൽ പൂർണ്ണമായി ചികിത്സിച്ച് നമുക്ക് ഭേദപ്പെടുത്താവുന്ന 2 ക്യാൻസറുകളാണ് സ്തനാർബുദവും ഗർഭാശയവും. ഇന്ത്യയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണെന്നും ഇത് കണ്ടെത്താനുള്ള എല്ലാവിധ പ്രാഥമിക പരിശോധനകളും ആശുപത്രിയിൽ ലഭ്യമാണെന്നും ഇതിനുവേണ്ടി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ റിൻസിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെയും നഴ്സുമാരുടെയും ഒരു ഹെൽപ്പ് ഡെസ്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്ത്രീകൾ യാതൊരു മടിയും കൂടാതെ പരിശോധനയ്ക്കായി എത്തണമെന്നും ഡോക്ടർ റിൻസി പറഞ്ഞു. എന്തായാലും നമ്മുടെ CHCയിൽ വന്നിട്ട് ഒരു സ്ക്രീനിങ്ങിന് വിധേയമാവേണ്ടതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്കും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നെങ്കിൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമോ ക്യാൻസറോ ഉണ്ടായിരുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചാവക്കാട് താലൂക്ക് NSS യൂണിയൻ വിദ്യാഭ്യാസ സഹായധനം, വിദ്യാഭ്യാസ അവാർഡ്, സ്കോളർഷിപ്പ് എന്നിവ വിതരണം ചെയ്തു. ഗുരുവായൂർ NSS ഹാളിൽ നടന്ന അവാർഡ് ദാനം യൂണിയൻ പ്രസിഡന്റ് K. ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി M.K. പ്രസാദ്, വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിന്ദു നാരായണൻ, അഡ്വക്കേറ്റ് C. രാജഗോപാലൻ, P.K. രാജേഷ് ബാബു, ബാബു വീട്ടിലയിൽ, P.V. സുധാകരൻ, V. അച്യുതൻകുട്ടി എന്നിവർ സംസാരിച്ചു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൽ പാരന്റ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. ദേശീയ അവാർഡ് നേടിയ ഗായിക നഞ്ചിയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ സംവിധായകൻ KB മധു, സിനിമാ താരങ്ങളായ സലീം കലാഭവൻ, ടിറ്റോ പുത്തൂർ, ബിമിത ടിറ്റോ, പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ മണലൂർ ഗോപിനാഥ്, സിനിമാ പ്രവർത്തകനായ സിദ്ധു പനക്കൽ, ഫാഷൻ സൂ മോഡലിംഗ് അക്കാദമി ചെയർമാൻ ബിനീഷ് KB, ക്ലബ് FM സീനിയർ RJ വിനീത്, കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജമാൽ താമരത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായി. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ആദരിച്ചു. ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട രക്ഷിതാക്കൾക്ക് റോഡ് സുരക്ഷാ ഉപകരണങ്ങൾ സമ്മാനിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഉഷ നന്ദകുമാർ, അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, PTA വൈസ് പ്രസിഡന്റ് KA ജതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാപരിപാടികളും അരങ്ങേറി. ട്രോഫികൾ വാരിക്കൂട്ടി വടക്കേക്കാട് പൂമുഖം സ്വിമ്മിംഗ് ക്ലബ് കുട്ടികൾ. കുന്നംകുളം കൊമേഴ്സ് സർക്കിൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കു വേണ്ടി സംഘടിപ്പിച്ച പ്രഥമ തൃശൂർ ജില്ലാ നീന്തൽ മത്സരത്തിലാണ് കുട്ടികൾ മിന്നും പ്രകടനം നടത്തിയത്. കൊമേഴ്സ് സർക്കിളിന്റെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ. സീനിയർ വിഭാഗം ഫ്രീ സ്റ്റൈലിൽ ഷാഹിദ് സലാമും ബാക്ക് സ്ട്രോക്കിൽ സായിമി ചിത്താറയിലും 1ാം സ്ഥാനം നേടി. കൊച്ചന്നൂർ ഗവൺമെന്റ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷാഹിദ്. വടക്കേക്കാട് ICS സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സായിം. പൂമുഖം സ്വിമ്മിംഗ് ക്ലബ് അംഗങ്ങളായ ഇരുവരും കൊച്ചന്നൂരിലെ പൊതുകുളമായ കൊച്ചനംകുളത്തിലാണ് സ്ഥിരമായി പരിശീലനം നടത്തുന്നത്. ജൂനിയർ വിഭാഗം ഫ്രീ സ്റ്റൈലിലും ബാക്ക് സ്ട്രോക്കിലും ഇരട്ട വിജയം നേടിക്കൊണ്ട് KV ശ്രീഹരി മത്സരത്തിലെ ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമായി മാറി. കുന്നംകുളം സെന്റ് ജോൺസ് ബദനി ഇംഗ്ലീഷ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീഹരി. ജൂനിയർ വിഭാഗം ഫ്രീ സ്റ്റൈലിൽ വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ലീഡറും 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ K. മുഹമ്മദ് 2ാം സ്ഥാനവും കൊച്ചന്നൂർ ഗവൺമെന്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ US ഷാഹിദ് 3ാം സ്ഥാനവും നേടി. ജൂനിയർ വിഭാഗം ബാക്ക് സ്ട്രോക്കിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീനിൽ കൃഷ്ണ 2ാം സ്ഥാനവും കൊച്ചന്നൂർ സ്കൂളിലെ ഷാഹിദ് 3ാം സ്ഥാനവും നേടി. 3 പേരും പൂമുഖം സ്വിമ്മിംഗ് ക്ലബ് അംഗങ്ങളാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊമേഴ്സ് സർക്കിളിൽ നടക്കാൻ പോകുന്ന നീന്തൽ പരിശീലന ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് ജേതാക്കൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യും.
റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങളില്ല. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. PV ബദ്രുദ്ദീൻ, KV സത്താർ, ഇർഷാദ് ചേറ്റുവ, സുനിൽ കാര്യാട്ട്, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിജയകുമാർ അകമ്പടി, അനീഷ് പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ T നസ്രുദ്ദീനെ അനുസ്മരിച്ചു. പ്രസിഡന്റ് TN മുരളി ഉദ്ഘാടനം ചെയ്തു. റഹ്മാൻ P തിരുനെല്ലൂർ, K രാധാകൃഷ്ണൻ, മനോജ് V മേനോൻ, M ആനന്ദ്, TC ആന്റണി, MR ലളിത, സിന്ധു പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന KK മോഹൻറാമിനെ ദൃശ്യ ഗുരുവായൂർ അനുസ്മരിച്ചു. KTDC ഡയറക്ടർ ബോർഡ് അംഗം KK വത്സരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. PI സൈമൺ, PV ബദ്രുദ്ദീൻ, R രവികുമാർ, അരവിന്ദൻ പല്ലത്ത്, VP ആനന്ദൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ T നസ്രുദ്ദീൻ അനുസ്മരണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി MK പോൾസന്റെ അധ്യക്ഷതയിൽ ചേംബർ പ്രസിഡന്റ് KP സാക്സൺ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബു, സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയ് എന്നിവർ സംസാരിച്ചു. ചേംബർ എക്സിക്യൂട്ടീവ്സ്, യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടകാമ്പാൽ ചിറക്കൽ യൂണിറ്റ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന T നസ്രുദ്ദീൻ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി മോൺസൺ PI അധ്യക്ഷത വഹിച്ചു. ട്രഷറർ അനിൽ P മാത്യു, വൈസ് പ്രസിഡന്റ് ജോസ് KC, ജോയിന്റ് സെക്രട്ടറി സ്കറിയാച്ചൻ, ജില്ലാ കൌൺസിൽ അംഗം വിശ്വനാഥൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടഞ്ചേരി ദേശത്തിന്റെ നേതൃത്വത്തിൽ മുല്ലയ്ക്കൽ ദേവസ്വം ഓഫീസറെ ആദരിച്ചു. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ദേശകമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു. തുടർന്ന് ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ മുള്ളൻ പന്നിയെ റോഡരികിൽ ചത്ത നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെയാണ് ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയോരത്ത് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടത്. രാത്രിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ വാഹനം ഇടിച്ചതാകാം എന്നാണ് നിഗമനം. വാർഡ് മെമ്പർ VK റഷീദിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,950 രൂപ, പവന് 63,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചരമം ചാലിശ്ശേരി കവുക്കോട് പൊന്നഞ്ചേരി പരേതനായ നാരായണൻ നായർ ഭാര്യ തങ്കമ്മു അമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. അശോകൻ, ശശിധരൻ, പ്രസന്ന, ജയന്തി എന്നിവർ മക്കളാണ്. തയ്യൂർ വട്ടംപറമ്പിൽ പരേതനായ താമി ഭാര്യ തങ്ക നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സനൽ, സജിത, സനിത എന്നിവർ മക്കളാണ്. പാവർട്ടി കുളിയംപാട്ടിൽ വിജയൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. ജയലക്ഷ്മി ഭാര്യയാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രസീത, പ്രവീൺ എന്നിവർ മക്കളാണ്. മരത്തംകോട് കിടങ്ങൂർ കൊട്ടാരപ്പാട്ട് കൃഷ്ണൻ ഭാര്യ സരള നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സുമേഷ്, ഡിംപിൾ, സിമ്പിൾ എന്നിവർ മക്കളാണ്. എയ്യാൽ ഒറുവിൽ സെയ്താലി മുസ്ലിയാർ നിര്യാതനായി. ഖബറടക്കം എയ്യാൽ ഖബർസ്ഥാനിൽ നടന്നു. ദീർഘകാലം എയ്യാൽ മഹല്ല് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ വിമർശനവുമായി പ്രതിനിധികൾ. വിമർശനം CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുചർച്ചയിൽ. പോലീസിന് RSS മനോഭാവമാണെന്നും പ്രതിനിധികൾ. CPIM ജില്ലാ സമ്മേളനത്തിന് ചൊവ്വാഴ്ച സമാപനം. UP ജോസഫ് സെക്രട്ടറിയാകാൻ സാധ്യത. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം. ഉച്ചതിരിഞ്ഞ് 3 മണി മുതലാണ് ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാവുക. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. പേരൂർ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്.
പഴയ KSRTC സ്റ്റേഷൻ പരിസരത്ത് നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ ഓടിയ ആനയെ പാപ്പാന്മാർ ഉടൻ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. മന്ത്രവാദത്തിന്റെ പേരിൽ ഗുളിക നൽകി അബോധാവസ്ഥയിലാക്കി യുവതിയെ പീഡിപ്പിച്ച പരാതിയിൽ 2 പേർ അറസ്റ്റിൽ. 15 വയസ്സുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത കേസിലും 2 യുവാക്കൾ അറസ്റ്റിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.